അപ്പം നാളെ നമ്മുടെ ഈ ഫുട്ബോൾ വരാൻ പോകുന്നത് ഒരു ഡിഫെൻസീവായ പാക്കാണ്. ഈ പാക്കിൽ ആദ്യം തന്നെ വരാൻ പോകുന്നത് നെതർലാൻഡ്സിൻ്റെ ഒരു ഡിസ്ട്രോയിങ് പ്ലേയിങ് സ്റ്റൈലാണ് കോമാനാണ്. ആളുടെ സ്കിൽസ് പറയാൻ പറഞ്ഞാൽ ലോങ് റേഞ്ച് ടാക്കിളും ഫോർട്രസും ആണ്. ഒരു 182 ഹൈറ്റ് വരുന്ന ഒരു ഡിസ്ട്രോയർ ടൈപ്പ് പ്ലേയിങ് സ്റ്റൈലുള്ള ഒരു കാർഡാണ് വരുന്നത്. ആൾക്കൊരു 99, 97 ഡിഫെൻസീവപരമായ സ്റ്റാറ്റ്സ് വരുന്ന 90+ ഒരു ഹെഡിങ്ങും ജമ്പിങ്ങും ഒക്കെ വരുന്ന കാർഡാണ്. അടുത്ത എൻ്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് ആണ് ബൊനൂച്ചിയുടെ കാറാണ്. ആൾക്കൊരു 100 ഡിഫെൻസീവ് അവയർനെസ്സും 100 ടാക്കിളിങ്ങും എല്ലാം വരുന്നതാണ്. അഗ്രഷൻ ആണെങ്കിൽ തന്നെ 99 വരുന്നുണ്ട്. ഹെഡിങ്ങും ജമ്പിങ്ങും ഒരു 90+ ഒക്കെ വരുന്നുണ്ട്. ആദ്യത്തെ കാർഡ് റിലീസായത് 30th ആനിവേഴ്സറി യുവൻറ്റസിൻ്റെ ആണ്. അപ്പോൾ ഇത്തവണ അതിൻ്റെ വ്യത്യാസം പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ അന്ന് വിഷണറി പാസ്സായിരുന്നു സ്കില്ല് കൊടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ നാളെ വരാൻ പോണ കാർഡിൽ ഏരിയൽ ഫോർട്രസും ആണ് കൊടുത്തിരിക്കുന്നത്. ഈ എല്ലാ പാക്സും നാഷണൽ ലെജൻസിലാണ് വരുന്നത്. നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫുട്ബോളിൽ തന്നെ ഏറ്റവും ബെസ്റ്റ് ഗോൾ കീപ്പർ എന്ന് പറയാൻ പറ്റുന്ന പീറ്റർ സ്മൈക്കിളിൻ്റെ കാർഡാണ്. ആൾക്കൊരു 100 ഗോൾ കീപ്പിംഗ് അവയർനെസ് ഒക്കെ വരുന്നുണ്ട്. പിന്നെ GK ഡയറക്റ്റിംഗ് ഡിഫൻസ് ഒക്കെ വരുന്ന കാർഡാണ്. അപ്പോൾ എല്ലാവരും കറക്കി നോക്കണം എന്നാണ് പറയുന്നത്. നല്ലൊരു പാക്കാണ്, ആരും മിസ് ഔട്ട് ചെയ്യരുത്. ഇപ്പോൾ നമുക്കൊരു ഡിഫെൻസീവ് പരമായിട്ടോ അല്ലെങ്കിൽ ഗോൾ കീപ്പർ ലാക്ക് ചെയ്യുന്ന ഒരു സ്ക്വാഡാണെങ്കിൽ നമ്മൾ എന്തായാലും കറക്കേണ്ട ഒരു പാക്കാണ്. അപ്പോൾ കറക്കിയിട്ട് നിങ്ങൾ നിങ്ങളുടെ ഏതൊക്കെ പ്ലേയേഴ്സിനെ കിട്ടിയെന്ന് കമൻറ്റ് ബോക്സിൽ പറയേണ്ടതാണ്. താങ്ക് യു.